ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസി പരിചയപ്പെടുത്തി തരാം. ജോബ് സെർച്ചിങ് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് ബത്തൂൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതൊരു സെൽഫ് സർവീസ് പോലാണ്. നമ്മൾ ഓൺലൈൻ കയറി ചെയ്ത് ഇതാണ് ചീപ്പസ്റ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണിത്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തൂൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബത്തൂൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ നൗ കൊടുക്കുക. ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സൈനപ്പ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം, സി വി ആഡ് ചെയ്ത് കൊടുക്കാം, വീഡിയോ സി വി വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ കോളേജ് സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, +2 സർട്ടിഫിക്കറ്റ്, ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ 3 സർട്ടിഫിക്കറ്റ്സിൽ കോളേജ്, +2, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെങ്കിലും കോളേജും, അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും, PG ആണെങ്കിൽ അതും, +2 സർട്ടിഫിക്കറ്റും അങ്ങനെയാണെങ്കിലും കൊടുക്കാം. ആപ്ലിക്കേഷൻ ടൈറ്റിൽ എന്ന് പറയുമ്പം നിങ്ങളുടെ ഇപ്പം ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ വിത്ത് 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എത്രയാണെന്ന് വെച്ചാൽ അതിങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ പൊസിഷൻ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഈ ടൈറ്റിലിൽ കൊടുക്കുക. ഇതൊക്കെ അവർ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഞാൻ പറഞ്ഞില്ല UI നമ്പർ തന്നെ വേണം ഉറപ്പായിട്ടും. UI നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഒരു UI സിം എടുത്ത ശേഷം UI നമ്പർ ഇവിടെ കൊടുക്കുക. ഇല്ലെങ്കിൽ കാര്യമില്ല, ഇത് കൊടുത്തിട്ട് യൂസ് ഇല്ലാതെ വരും. നാഷണാലിറ്റി, ജെൻഡർ കാര്യങ്ങളെല്ലാം ഏത് രാജ്യം, അപ്ലൈ ചെയ്ത് രാജ്യം എന്ന് പറഞ്ഞാൽ UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. എന്താണെങ്കിലും രാജ്യം നമ്മൾ കൊടുക്കേണ്ടത്. എക്സ്പീരിയൻസ്, എക്സ്പെക്റ്റഡ് സാലറി, ഒരു നിങ്ങളുടെ എന്താ പറയുന്നത്, എത്രയാണ് എക്സ്പെക്റ്റേഷൻ ആ ഒരു രീതിയിൽ കൊടുക്കുക. അതായത് ഒരു 3000 2000, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര എന്നുള്ള അനുസരിച്ച്. ഇപ്പം നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1500 തൊട്ടാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രഷേഴ്സിന് 1500 തൊട്ട് 2000, 2500, 3000 വരെയൊക്കെ ഫ്രഷേഴ്സിന് പല ജോബിലും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫീൽഡിൽ എത്രയാണെന്നുള്ള അനുസരിച്ച് നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിലെ സാലറി കാര്യങ്ങൾ സംശയമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. ഡേറ്റ് ഓഫ് ബർത്ത്, വിസ ടൈപ്പ്, വിസിറ്റ് വിസ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക, വിസിറ്റ് വിസയാണ് എന്ന് പറഞ്ഞ് വിസ വാലിഡിറ്റി കൊടുക്കുക. നോട്ടീസ് പീരീഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങളൊരു കവർ ലെറ്റർ ടൈപ്പ് ചെയ്യുക. കവർ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും ആ കമ്പനിയെ പറ്റിയും ചെറുതായിട്ടൊരു ഇത് വെച്ചിട്ട് ഒരു കവർ ലെറ്റർ നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ CV പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കവർ ലെറ്റർ. നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോഴും CV കൂടെ തന്നെ കവർ ലെറ്റർ വെച്ച് അയക്കുക. പിന്നെ പ്രിഫേർഡ് ലൊക്കേഷൻ, നിങ്ങൾ ഇത് മൊത്തം കൊടുക്കുന്നതായിരിക്കും നല്ലത്. UAE ഓളെന്നും കൊടുത്തു കഴിഞ്ഞാൽ ദുബായ് ഫുള്ള് കിട്ടും. ഇല്ല നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ദുബായ് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ഫുജറാജ് അങ്ങനെ ഏത് എമിറേറ്റ് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. പ്രിഫേർഡ് ഇൻഡസ്ട്രി, നിങ്ങളുടെ ഇൻഡസ്ട്രി എന്താണോ അത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാനാണെങ്കിൽ FMCG ആണ്, ഫുഡ് മാനുഫാക്ചറിങ് ആ ഒരു ഇതാണ്. അതുപോലെ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ അത് കൊടുക്കുക. പിന്നെ സ്കിൽസ്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി, നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യണം, ആ കമ്പനി വേണ്ടാന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെയിം ഇവിടെ കൊടുക്കാം. പിന്നെ ലാംഗ്വേജസ് ഇതുപോലെ ഇംഗ്ലീഷ്, മലയാളം, എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്ന ലാംഗ്വേജസ് എല്ലാം കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നും പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഇപ്പം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് വരില്ല, ഞാൻ പറഞ്ഞുതരാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 പ്ലാനാണുള്ളത്. 75 ദിർഹംസിൻ്റെ ബേസിക് പ്ലാൻ, 1000 കമ്പനികൾക്ക് അയക്കുന്നതാണ് 75 ദിർഹംസിൻ്റെ ബേസിക് പ്ലാൻ. പിന്നെ എൻ്റെ ഒരു ഇതനുസരിച്ച് 100 ദിർഹംസോ സംതിങ്ങിന് 1500 കമ്പനിക്ക് അയക്കുന്നതുകൊണ്ട് 135 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. 2000 കമ്പനിക്ക് അയക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. CV ചെന്ന് കഴിയുമ്പോഴത്തേക്കും മാക്സിമം കമ്പനിക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ മാക്സിമം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങൾക്ക് മെയിൽ ശ്രദ്ധിക്കാം, മെയിലിൽ വരും. അതായത് ഇവർ നിങ്ങളുടെ കവർ ലെറ്ററും ജോബ് ടൈറ്റിലും എഡിറ്റ് ചെയ്യും. അവർ തന്നെ എഡിറ്റ് ചെയ്യും.
എന്നിട്ട് നിങ്ങൾക്കൊരു മെയിൽ വരും ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ കയറി നോക്കുക. അവർ എഡിറ്റ് ചെയ്ത ഇത് കവർ ലെറ്ററും ഈ ജോബ് ടൈറ്റിലും നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അവർ അയക്കാൻ തുടങ്ങും. അത് ചെയ്യാനും മറക്കരുത്. പൈസ എല്ലാം അടച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ തന്നത് ചിലപ്പോൾ അവർ തന്നെ അയക്കുമായിരിക്കും. പക്ഷേ നമ്മൾ കയറി സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് അവരയക്കുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പ്രോസസ്സുകൾ, ഇമെയിൽ അയക്കുന്നതും കാര്യങ്ങളൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. CV ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പറയും നിങ്ങളിപ്പം ഒരാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ പുറത്ത് പോയി കൊടുക്കുക. അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണെങ്കിലും 1-2 ഇൻ്റർവ്യൂവെങ്കിലും കിട്ടും. നിങ്ങളുടെ ഫീൽഡ് അനുസരിച്ച്. എൻ്റെ ഫീൽഡ് വളരെ ചെറിയൊരു ഫീൽഡാണ്. മൈക്രോബയോളജി അല്ലെങ്കിൽ QC എന്ന് പറയുന്നത് വളരെ കുറച്ച് കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. അത് ഉള്ളതും പോയത് അതിൻ്റെ പൊസിഷൻസ്, അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ നിങ്ങളൊരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ബിസിനസ് സംബന്ധമായിപ്പെട്ട ഒത്തിരി ഓപ്പണിങ്സും കാര്യങ്ങളും ഉള്ള ഒരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒത്തിരി ഇൻ്റർവ്യൂസ് കിട്ടും. അതാണ്. പിന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. അതിന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി.